മനോജിലേക്ക് പോകാം. അവിടെ ഒരു ചുണ്ടൻ എല്ലാം തയ്യാറായി നിൽപ്പുണ്ട്. അതിനൊപ്പമാണ് ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മിഥുൻ അയ്യപ്പനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. മിഥുൻ അയ്യപ്പനോട് ചെക്ക് ഇവിടുന്ന് ന്യൂസ് ഫ്ലോറിന്ന് വെക്കണം. അത് വെക്കണം. അശ്വതിയും പാടണം. ഈ വള്ളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് മനോജിലേക്ക് പോകാം. മനോജ്, ചുണ്ടൻ അത് ജലപ്പരപ്പിലൂടെ നീങ്ങാനുള്ള ആവേശത്തിലാണ്. എവിടെ നിന്നാണ്, ഏത് ചുണ്ടനാണ്? മനോജ് പറയൂ. വിനോദ്, ഞാൻ വിയപുരം ചുണ്ടനോടൊപ്പം തന്നെയാണുള്ളത്. UBC കൈനഗിരി FC അപ്പോൾ ചുണ്ടനെ നീറ്റിലേക്ക് ഇറക്കുവാൻ വേണ്ടി, അതായത് അവരുടെ പ്രിയപ്പെട്ട വീരുവിനെ നീറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അതിനുവേണ്ട അവസാനഘട്ട തയ്യാറെടുപ്പാണ്. നേരത്തെ പറഞ്ഞിരുന്നു 8 മണിയോടുകൂടി ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങും. തുടർന്ന് ആരാധനാലയങ്ങളിൽ പോയി അവിടെയൊക്കെ പോയ ശേഷമാണ് പിന്നീട് ക്യാമ്പിലേക്ക് പോവുക. അതിനുവേണ്ടിയുള്ള അവസാനഘട്ട തയ്യാറെടുപ്പാണ്. എല്ലാ തുഴക്കാരും വള്ളത്തിന് ഇരുവശത്തും അണിനിരന്ന് കഴിഞ്ഞു. അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ വള്ളത്തെ നീറ്റിലേക്ക് ഇറക്കുകയാണ്, ഈ കായലിലേക്ക്, ഓളപ്പരപ്പിലേക്ക് ഇറക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ആവേശം ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ മുതൽ തന്നെ എല്ലാ തുഴക്കാരുടെ മനസ്സിലും ഒരേ രീതിയിൽ തന്നെയാണ് ആവേശം. വിജയമെന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത് ഇന്ന് ഈ ഓളപ്പരപ്പിലേക്ക് ഈ ചുണ്ടനെ ഇറക്കുന്നതിലൂടെ, അതിൽ കയറുന്നതിലൂടെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ വിജയ കപ്പിൽ മുത്തമിടാൻ വേണ്ടിയിട്ടുള്ള യാത്ര. അതിനുവേണ്ടി രാവിലെ ഭക്തിപൂർവ്വം, ആരാധനാപൂർവ്വം എല്ലാം, അതോടൊപ്പം തന്നെ വ്യായാമമൊക്കെ ചെയ്ത് എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങും. അതിനുവേണ്ട എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. എല്ലാ തുഴക്കാരും വലിയ ആവേശത്തിൽ, വലിയ സന്തോഷത്തിലൊക്കെ തന്നെയാണ്. കാരണം ഈ തുഴയെറിയാനുള്ള ഈ ഒരു അവസരം, അതായത് ഈ നെഹ്റു ട്രോഫിക്ക് വേണ്ടി വർഷത്തിൽ ഒരു തവണ ലഭിക്കുന്ന അവസരം, അതിനെ കൃത്യമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ആ കപ്പ് നേടിയെടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ തുഴക്കാരും, 82 തുഴക്കാരുണ്ട്, 5 അമരക്കാരും പാട്ടുകാരും ഒക്കെയായി അങ്ങനെ ഇന്ന് ഈ ഓളത്തിൽ അലതല്ലി അതിനെ ഓളപ്പരപ്പിനെ വരിഞ്ഞു കീറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു ചുണ്ടൻ വെള്ളം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഈ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. വിയപുരം ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വലിയ ആവേശം പകരുന്ന ചുണ്ടനാണ്. ആ ചുണ്ടനാണ് നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വള്ളത്തിൻ്റെ മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയത്. അതിനെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും, ഇവിടെ രാവിലെ നമ്മൾ എത്തിയപ്പോൾ തുഴക്കാരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരൊക്കെ ക്ഷേത്രങ്ങളിലാണ്, അതോടൊപ്പം തന്നെ പള്ളികളിലാണ്. അപ്പോൾ ആരാധനാലയങ്ങളിലൊക്കെ രാവിലെ മുതൽ പോയ ശേഷം പ്രാർത്ഥനയോടുകൂടിയാണ് അവർ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ആ വള്ളത്തെ അങ്ങനെ പൊക്കിയാണ് നീക്കുന്നത്. അതായത് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചുണ്ടൻ വള്ളങ്ങളെ കായലിലേക്ക് ഇറക്കുന്നത്, അതിനൊക്കെ ഏറെ പരിശ്രമമുണ്ട്, ഏറെ പ്രയത്നമുണ്ട്. അതായത് ഇത്രയധികം പേരാൽ മാത്രമേ ആ ചുണ്ടനെ നീക്കി നമുക്ക് കായലിലേക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ചുണ്ടൻ അത്രയും ഭാരമുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ആരോഗ്യമുള്ള ആളുകൾ തന്നെ വേണം. അങ്ങനെ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകളായി പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ആദ്യം അവർ ഈ ചുണ്ടനെ ഇറക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഈ ചുണ്ടൻ അല്പസമയത്തിനകം തന്നെ നീങ്ങി നേരെ കായലിലേക്ക് എത്തുകയാണ്. ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം 22 ചുണ്ടൻ വള്ളങ്ങളാണെന്ന് ഓളപ്പരപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ 22-ൽ പ്രധാനിയായിട്ടുള്ള വിയപുരം ചുണ്ടൻ, അത് വിജയകിരീടം മുത്തമിട്ടിട്ടുള്ള അല്ലെങ്കിൽ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വിയപുരം ചുണ്ടൻ, അതോടൊപ്പം തന്നെ UBC കൈനഗിരി FC. UBC സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വലിയ ചരിത്രമുള്ള ഒരു ബോട്ട് ക്ലബ്ബാണ്. ഈ ഒരു ക്ലബ്ബാണ് UBCയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ FC ആണ് ഈ തുഴയെറിയാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇപ്പോൾ 8 മണിയാകാൻ പോകുന്നു. ഈ സമയത്താണ് ഇപ്പോൾ UBC കൈനഗിരി FCയുടെ നേതൃത്വത്തിൽ ഈ വിയപുരം ചുണ്ടൻ കായലിലേക്ക് ഇറങ്ങുക, ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുക. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാത്രയാണ്. ആ ഒരു പ്രയാണം എന്ന് പറയുന്നത് വൈകിട്ടോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല, ഇങ്ങനെ വളരെ ശാന്തമായി നിൽക്കുന്ന ആളുകളൊന്നുമല്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചുണ്ടനിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ
കായലിനെ ഇങ്ങനെ വെട്ടിക്കീറിയാണ്. അതായത് തുഴയെറിഞ്ഞ് അങ്ങനെ അത്രയധികം ആവേശത്തോടു കൂടി നീങ്ങുന്ന ഈ തുഴക്കാരെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും കരുതി വെച്ചാണ് അവരിപ്പോൾ ഈ കായലിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ തയ്യാറെടുപ്പുകളും അങ്ങനെ പൂർത്തിയാക്കി. ഇനി പതിയെ വേണം ഈ കായലിലേക്ക് വീരുവിനെ ഇറക്കാൻ. അങ്ങനെ വീരുവിനെ ഈ ഓളപ്പരപ്പിലേക്ക് ഇറക്കി ആ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന, അല്ലെങ്കിൽ രാവിലെ അതിനുവേണ്ട മറ്റ് തയ്യാറെടുപ്പുകളുടെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത്. ഈ കൈനഗിരിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ UBC കൈനഗിരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അവരെ ഏറെ തവണ അവർ കാത്തിരിക്കുന്ന കപ്പാണ് ഇത്തവണ നെഹ്റു ട്രോഫി. അതിലേക്ക് ലക്ഷ്യമിടാൻ അല്ലെങ്കിൽ ആ കപ്പ് നേടണമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പോകുന്നത്. അവർ നേരത്തെയും നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട്. ജേതാക്കളാണ് UBCയുടെ FC. ഇത്തവണ കായലിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് കണ്ടു തന്നെ അറിയണം എത്രത്തോളമാണ് അവരുടെ ആവേശവും അവരുടെ ഈ പ്രയത്നവും ഒക്കെ എന്ന്. എന്തായാലും വലിയ ഒരു തയ്യാറെടുപ്പുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ വീരുവിനെ കായലിലേക്ക് ഇറക്കുകയാണ്. വീരുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വളരെയധികം സുന്ദരമായ രീതിയിൽ, അതായത് അലങ്കരിച്ചുകൊണ്ട് മുൻപിലൊക്കെ അലങ്കരിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ അമരക്കാർ നിൽക്കുന്ന ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള അലങ്കാരമൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ കായലിലേക്ക് ഇറക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ്. എല്ലാ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിലേക്ക് കയറുമ്പോൾ പിന്നെ അവരുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിജയമെന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും രാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇതിപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം ഭക്തിയോടുകൂടി തന്നെയാണ് ഇത്തവണ ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. അത് രാവിലെ തന്നെ ഇവിടെ തുഴക്കാർക്കൊക്കെ ഇവിടെ മുതിർന്ന ആളുകൾ ആ നിർദ്ദേശം നൽകിയതാണ്. മനസ്സിൽ ഭക്തി ഉണ്ടാകണം, അതോടൊപ്പം തന്നെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടാകണം, പ്രതീക്ഷയുണ്ടാകണം. ശാരീരികമായി തയ്യാറെടുക്കുന്നതിനോടൊപ്പം തന്നെ മാനസികമായി കൂടെ തയ്യാറെടുക്കണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അത് ഏറെ നാളുകളായി ഉണ്ട്. ഈ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകളായി ആ പരിശീലനം നടത്തുന്ന ആളുകളാണ്. ഇന്നെന്തായാലും അവർ കാത്തിരുന്ന ദിവസം എത്തുകയാണ്. ഒരുപാട് ചുണ്ടൻ വെള്ളങ്ങളുണ്ട്, അതായത് 22 ചുണ്ടൻ വെള്ളങ്ങളുണ്ട്. അവരെയൊക്കെ തന്നെ നേരിട്ടുകൊണ്ട് ഒരു പ്രാവശ്യം 4 ചുണ്ടൻ വെള്ളങ്ങളാണ് ഇറങ്ങുക. അപ്പോൾ ആ 4 ചുണ്ടൻ വെള്ളങ്ങളിൽ ഒന്നാമനായി എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ ഫിനിഷിംഗ് പോയിന്റിൻ്റെ ലക്ഷ്യം വെച്ച് തുഴയേറിയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ കപ്പ് നേടുക എന്നുള്ള ഒരു ലക്ഷ്യം. അതിനായി എന്തായാലും തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇതാ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് വീഴല്ല എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് വീഴല്ല എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി അവർ ഇറങ്ങുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ എത്തിയിട്ടുള്ള 82 തുഴക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഭക്തിപൂർവ്വം എല്ലാ തരത്തിലുമുള്ള പ്രാർത്ഥനകളുമായി അവർ ഈ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുന്നത്. അതിനുവേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഇവിടെ മുതിർന്ന തുഴക്കാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഭവ സമ്പത്തുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ഒരു മനസ്സിനുള്ളിലുള്ള ആ ഒരു അനുഭവ സമ്പത്ത്, അതോടൊപ്പം തന്നെ ആ വികാരമൊക്കെ നമുക്ക് മനസ്സിലാകും. അതായത് തുഴക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇതാ അല്പസമയത്തിനകം തന്നെ
ഇതാ ഇറങ്ങുകയാണ്. വിയപുരം ചുണ്ടൻ ഇപ്പോൾ നീറ്റിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് UBC കൈനഗിരി FC-യുടെ നേതൃത്വത്തിൽ ഇത്തവണ ഇതാ വിയപുരം ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. തുഴക്കാർ ഒപ്പമുണ്ട്. അങ്ങനെ 8 മണിക്ക് ശേഷം നീറ്റിലേക്ക് ആ ശുഭമുഹൂർത്തത്തിൽ നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ കായലിലേക്ക് ഇറങ്ങുകയാണ്, ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങി ഇന്നത്തെ വിജയം ലക്ഷ്യമാക്കിയുള്ള യാത്ര, ആ യാത്രയാണ് ഇവിടെ തുടങ്ങുന്നത്. വീരു, അവരുടെ സ്വന്തം വീരുവാണ് ഇപ്പോൾ കായലിലേക്ക് ഇറങ്ങുന്നത്. പ്രാർത്ഥനയോടുകൂടി, ആവേശത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ, നെഹ്റു ട്രോഫി നേടുവാൻ വേണ്ടിയിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് നാളത്തെ പരിശീലനം, അതിൻ്റെയൊക്കെ ആവേശം ഉള്ളിൽ നിറച്ചുകൊണ്ട് മനസ്സും ശരീരവും ഒക്കെ ഒന്നാക്കിക്കൊണ്ട് ഒരേ ചിന്തയിൽ അവരൊക്കെ തന്നെ അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കൈവഴക്കം അത് തന്നെയാണ് നമുക്കിതിൽ പ്രധാനം. മെയ്വഴക്കം തന്നെയാണ് പ്രധാനം. വലിയ ആവേശം തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ. അങ്ങനെ ആവേശത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വീരുവാണ് ഇപ്പോൾ ഈ നീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി തുഴക്കാർ അതിലേക്കെത്തും. അതിനോടൊപ്പം തന്നെ ഈ അമ്പലങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ പോയ ശേഷം ക്യാമ്പിലേക്ക് പോകും. അതിനുശേഷം വൈകുന്നേരം നടക്കുന്ന ഫൈനലിൽ നമുക്ക് ഇപ്പോൾ കണ്ടതുപോലെയല്ല, ഇതിനേക്കാളും ഏറെ ഇരട്ടി ആവേശത്തിൽ തുഴക്കാരെ കാണാൻ സാധിക്കും. അങ്ങനെ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് കടന്നു വരുന്ന വീരുവിനെ, അതായത് വിയപുരം ചുണ്ടനെ കാണാൻ സാധിക്കും. അങ്ങനെ വിജയപ്രതീക്ഷയോടുകൂടി ഓരോരുത്തരും ഇറങ്ങുകയാണ്. ഇത്രയും നാളത്തെ പരിശീലനം അതിന് ഫലമുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തരും ഇറങ്ങുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ കൈനഗിരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കരക്കാരാണ് ഈ ക്ലബ്ബുകൾക്ക് നേതൃത്വം നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയും അതോടൊപ്പം തന്നെയും ഞാൻ പറഞ്ഞിരുന്നു സന്തോഷവും നൽകുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ നീറ്റിൽ നിന്നും ആ കൈനഗിരി UBC കൈനഗിരിയുടെ ഫ്ലാഗോട് കൂടിയ ഒരു ചെറിയ വള്ളമുണ്ട്. ആ ചെറിയ ബോട്ട് മുന്നിൽ നിന്ന് പോകും. അതിനുശേഷമാകും ഈ തുഴയെറിയുന്നവരൊക്കെ ഇതിലേക്ക് എത്തുക. അതിനുശേഷം അങ്ങനെ ഇതാ നീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ നീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വെള്ളത്തെ ഇവിടെ നിന്നും ആർപ്പോ വിളിച്ചുകൊണ്ട് ആവേശത്തോടു കൂടി അങ്ങനെ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം തുഴക്കാർ അതിലേക്ക് കയറേണ്ടതുണ്ട്. ഈ തുഴക്കാരെല്ലാം അതിലേക്ക് കയറും. ഇപ്പോൾ ഇനി നേരെ പോകുന്നത് ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് നേരെ ക്യാമ്പിലേക്ക് പോകും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് UBCയുടെ കൊടിയും ഏന്തിയുള്ള ഒരു ബോട്ട്, അതിനോടൊപ്പം തന്നെ വിയപുരം ചുണ്ടനുണ്ട്. എല്ലാവരും അങ്ങനെ വലിയ ആവേശത്തിൽ അങ്ങനെ ആർപ്പോ വിളിക്കുകയാണ്. ഇവിടെ നിന്നും ഈ വിളിക്കുന്ന ആവേശം അതിൻ്റെ ഏറെ ഇരട്ടിയായി കായലിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രതീക്ഷയോടും കൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി ഇറങ്ങുകയാണ്. ഇനി വിയപുരം ചുണ്ടനെ നമുക്ക് ഈ ഓളപ്പരപ്പുകളിൽ കാണാം. ഇനി വൈകിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ ഫൈനലിലും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ കിരീടം മുത്തമിടും, അല്ലെങ്കിൽ ഈ നെഹ്റു ട്രോഫി ഇന്ന് സ്വന്തമാക്കും എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. അതുതന്നെയാണ്. എന്തായാലും അവർ കാത്തിരുന്ന ആ നിമിഷം ഇപ്പോൾ നീറ്റിലേക്ക് വിയപുരം ചുണ്ടൻ ഇറങ്ങിയിരിക്കുന്നു. ആ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ UBC കൈനഗിരി FC-യാണ്, FC-യുടെ തുഴക്കാരാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും, കരക്കാരും തുഴക്കാരും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. ഇത്തവണ കപ്പടിക്കും പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം, അതിൻ്റെ ഒരു അനുഭവം? കഴിഞ്ഞ 4 വർഷങ്ങളുടെ UBC കൈനഗിരിയുടെ ക്യാപ്റ്റനായിട്ടിരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തികച്ചും തിക്താനുഭവമാണ് ഉണ്ടായത്. സ്റ്റാർട്ടിങ്ങിലെ പിഴവുകളും അതുപോലെ തന്നെ പിന്നെ അമ്പയറിങ്ങിലുണ്ടായ പിഴവുകളും അന്യസംസ്ഥാനക്കാരുടെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ലൂസേഴ്സ് കളിക്കാൻ പറ്റിയില്ല. അതിനെ തുടർന്ന് ക്ലബ്ബ് ഭയങ്കരമായ ഒരു സാമ്പത്തിക പരാധീനതയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇത്തവണ കളിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് പൊതുയോഗം കൂടി തീരുമാനിച്ചത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വള്ളംകളിക്കാർക്ക് വള്ളം കളിക്കാതിരിക്കാൻ പറ്റില്ല ഒരിക്കലും. വള്ളം കളിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശ്വാസവും ജീവവായു പോലും ഈ ആർപ്പോയുറോ വിളികളാണ്. ഈ വിളികളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം, ക്ലബിൻ്റെ മാറി നിന്ന് വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ഒരു ഫാൻസ് ക്ലബിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പം കളിക്കുന്നത്. UBCക്ക് വേണ്ടി തന്നെയാണ്, UBCയുടെ ഫാൻസ് തന്നെയാണ്. എല്ലാ തരത്തിലും UBCയുടെ ഈ 3 അക്ഷരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മയാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്.
തീർച്ചയായും അതുതന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷം സംഭവിച്ചതൊക്കെ അദ്ദേഹം പറഞ്ഞു. UBC അതുപോലെ തന്നെയാണ് UBC ഫാൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. UBCക്ക് വേണ്ടി തന്നെയാണ് അവർ ഇന്ന് തുഴയെറിയുന്നത്. ആ ഒരു ആവേശം ഓരോരുത്തരിലും നമുക്ക് കാണാൻ സാധിക്കും. നേടാൻ പറ്റാതെ പോയതൊക്കെ നേടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ, അതായത് ജേതാക്കളായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം സംഭവിച്ചു പോയ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവരെ ഏറെ വിഷമപ്പെടുത്തി. എന്തായാലും ആ ഒരു സങ്കടത്തിൽ നിന്ന് മുതിർന്നു വന്ന ഈ UBC ഫാൻസ് ക്ലബ്ബ് അവർ തന്നെയാണ് ഇത്തവണ വിയപുരം ചുണ്ടനിൽ ഈ മത്സരത്തിലെ മത്സരത്തിൽ നിന്ന് ഭാഗമാകുന്നതിനപ്പുറം വിജയത്തിലേക്ക് എത്തുക തന്നെയാണ് ലക്ഷ്യം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും ഉള്ളത്. അത് തന്നെയാണ്. ഓളപ്പരപ്പിൽ തുഴയെറിയാൻ പുന്നമടക്കായൽ തയ്യാറായിരിക്കുകയാണ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയിൽ ജലരാജാവാരാകും കേരളം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. ആവേശത്തിലാണ് ജലോത്സവ പ്രേമികൾ ഒന്നടങ്കം. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ വരണം. ആവേശം ഒട്ടും ചോരാതെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.